ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഭീമരെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. നമസ്കാരം. നാടകമേ ഉലകത്തിനിത് പുതുവർഷത്തിലെ ആദ്യ ലക്കം മാത്രമല്ല. നാടകമേ ഉലകത്തിനിത് 444 ആണ്. മനസ്സിലായില്ലേ? 444 444 ആഴ്ച. മലയാള ചാനൽ ചരിത്രത്തിലെ ആദ്യ ആക്ഷേപഹാസ്യ പരിപാടി അഭിമാന നിറവിലാണ്. കണ്ണു തുറന്ന് ആക്ഷേപിക്കലാണ് നാടകമേ ഉലകത്തിൻ്റെ ശൈലി. രാഷ്ട്രീയത്തിലെ വിലാപങ്ങളെയും വിലോപങ്ങളെയും മുഖം നോക്കാതെ വിമർശിക്കലാണ് നാടകമേ ഉലകത്തിൻ്റെ പണി. അതുകൊണ്ട് തന്നെ നാടകമേ ഉലകത്തെയും ആർക്കും വിമർശിക്കാം. കഴിഞ്ഞ ലക്കങ്ങളിൽ വിമർശനത്തിന് വിധേയരായവർ ഇത്തവണ നാടകമേ ഉലകത്തെ വിലയിരുത്തുന്നു. സ്വാഗതം 444 ലക്കത്തിലേക്ക്, സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. മന്ത്രിമാരിൽ തുടങ്ങാം. ആദ്യം ഐസ്ക്രീം പോലെ തണുത്ത ഒരു പ്രതികരണമാവാം. അതെ, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കട്ടെ. അമൃത ടിവിയുടെ നാടകമേ ഉലകം പരിപാടി ഇടയ്ക്ക് കാണാൻ സൗകര്യം കിട്ടാറുണ്ട്. വളരെ രസകരമാണ്. ഞാൻ പൊതുജീവിതത്തിൽ വരുമ്പോൾ പരമ്പരാഗതമായി എനിക്ക് ഭാഗപത്ര പ്രകാരം എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സ്വത്ത് എനിക്കിപ്പില്ല. എൻ്റെ സ്വത്തായി എനിക്ക് എൻ്റെ അച്ഛനമ്മമാർ സമ്പാദിച്ചു തന്ന ഭാഗപത്രത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ലവണ്ണം സ്വത്ത് അച്ഛനും അമ്മയും തന്നിട്ടുണ്ടായിരുന്നു, ഭാര്യക്കും ഉണ്ട്. ജീവിതത്തിൽ പണം മാത്രം പോരാ, സ്നേഹിക്കാനാണ്. എൻ്റെ കൂടെ ആരെയും വന്നാൽ എൻ്റെ സ്വത്തുക്കളൊക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇതൊക്കെ പറയാനൊരു അവസരം കിട്ടിയെന്നായി. ഇപ്പോൾ സോക്കാൾഡ് ഗ്രോത്ത് സെൻറ്റർ മലപ്പുറത്ത് 250 ഏക്കറുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ആയിരുന്നു. ഒരാൾ സ്വത്തൊക്കെ ഉള്ള ആളാണെന്നുള്ളത് അവകാശപ്പെടാറില്ല. പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വേദനിക്കുന്ന കോടീശ്വരൻ അതാണ് ഞാൻ. 10,000 ഏക്കർ വനഭൂമി ദേശസാൽക്കരിച്ച അച്ഛൻ്റെ മോളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. 10,000 ഏക്കർ ഉണ്ടായിരുന്നു. വയനാട്ടിലുള്ള ഫോറസ്റ്റ് മുഴുവൻ അവരതായിരുന്നു. നല്ല പ്രയോഗം. വേദനിക്കുന്ന കോടീശ്വരൻ. 10,000 ഏക്കർ ഉണ്ടായിരുന്നു. 1500 ഏക്കർ തേക്ക് പ്ലാൻ ചെയ്ത തേക്കുണ്ടായിരുന്നു. നല്ല സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ രസകരമായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഈ പരിപാടി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു. ഞാൻ പൊതുജീവിതത്തിലേക്ക് വരുമ്പോൾ 2 വലിയ ഫേമിൻ്റെ ഒന്നിൻ്റെ മാനേജിങ് പാർട്ണറുമാണ്, ഒന്നിൻ്റെ ജോയിൻറ്റ് മാനേജിങ് ഡയറക്ടറുമാണ് സ്റ്റീൽ കമ്പനീൻ്റെ, മറ്റേ മാനേജിങ് പാർട്ണറായിരുന്നു. കാശിന് കാശ്, പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം, മണ്ടത്തരത്തിന് മണ്ടത്തരം, അങ്ങനെ പ്രൊഡ്യൂസർ ആവാൻ എല്ലാം കൊണ്ട് യോഗ്യരായ മനുഷ്യൻ. എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ പിടികൂടുന്നത്? ഇത് ജനാധിപത്യമല്ലേ. അപ്പോൾ ലീഡേഴ്സൊക്കെ ഏത് സ്ക്രൂട്ടിനിക്കും വിധേയം ആവുന്നത് നല്ലതാണ്. അപ്പോൾ പബ്ലിക് ലൈഫിൽ ഏത് തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും ഈ സ്ക്രൂട്ടിനിയുടെ ഭാഗമായിട്ടേ നോക്കിക്കണ്ടിട്ടുള്ളൂ. CPM-ന് ഈ കടന്നുപോയത് വല്ലാത്തൊരു സമരകാലമാണ്. ഓരോ സമരം കഴിയും തോറും സഖാവ് കോടിയേരി പറയും, അമൃത TV അവതരിപ്പിക്കുന്ന നാടകമേ ഉലകം എന്ന പരിപാടി വ്യത്യസ്തതയാർന്ന ഒരു പരിപാടിയാണ്. കുതിരവട്ടം പപ്പുവിന്റെ ഒരു പുനരവതാരമാണ് നമ്മുടെ ഉമ്മൻചാണ്ടി. ഉമ്മച്ച ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഉമ്മച്ച കേക്ക്. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങൾ നിൽക്കുന്ന പലരെയും ഹാസ്യാത്മകമായി വിമർശിക്കുകയും പ്രശ്നങ്ങളിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ ഈ പരിപാടി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇതിനെ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ ശരിയാക്കി തരാം. എപ്പ ശരിയാക്കാൻ? രാഷ്ട്രീയ രംഗത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത്
അതിനെ വിമർശനത്തിന് വിധേയമാകുന്നവരിൽ പോലും അത് സംബന്ധിച്ച് ശത്രുതയില്ലാത്ത വിധത്തിൽ ആ പരിപാടിയെ നോക്കിക്കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ പരിപാടിക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിൻ്റെ സംഘാടകന്മാർക്ക് ഞാൻ പ്രത്യേക ആശംസകൾ അർപ്പിക്കുന്നു. ആരോടും മിണ്ടാതെ ഒന്നും പറയാതെ അങ്ങനെ പോകുന്നു. പക്ഷേ നാടകമേ ഉലകത്തെക്കുറിച്ച് നാവെടുക്കും, പറയാനുള്ളത് പറയും. ആരെന്ന് കണ്ടറിയുക. ഞാൻ അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന നാടകമേ ഉലകം എന്ന പ്രോഗ്രാം സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. നല്ല പ്രോഗ്രാമാണ്, കണ്ട് രസിക്കാൻ പറ്റിയ. മധുര സ്വപ്നങ്ങളേകൂ ജയലക്ഷ്മി, കിന്നാരം ചൊല്ലും ജയലക്ഷ്മി. എനിക്കിതുവരെ അങ്ങനെ ഫീലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല രസമാണ്. എല്ലാ കാലത്തും നാടകമേ ഉലകത്തെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളാണ് പീസ് ജോർജ്. പക്ഷേ വിമർശനങ്ങൾ ഓരോന്നും പീസിന് ഊർജമാണ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അമൃത ടി വിയുടെ ഏറ്റവും ജനപ്രിയ പ്രോഗ്രാമിൽ ഒന്നായിട്ടാണ് നാടകമേ ഉലകം എന്ന പ്രോഗ്രാം ഞാൻ കാണുന്നത്. ഞാൻ അമൃത ടി വിയിൽ സ്ഥിരമായി സമയമുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുന്നൊരു പ്രോഗ്രാമാണ്. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. സോണിയായുമായി പിടിക്കട്ടെ. നാടകോലകത്തിന്റെ അവതരണം വളരെ മെച്ചമായിരുന്നു. നമ്മുടെ നോട്ടത്തിലും ആട്ടത്തിലും സംസാരത്തിലും എല്ലാം ഉള്ളത് ഇതിനകത്ത് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനെന്താ പറയുക, എന്നെ തുണിയില്ലാതെ കാണിച്ച് എനിക്ക് സഹിച്ചില്ല കേട്ടോ. എന്നെ നല്ല നിക്കർ ഷർട്ട് പിടിച്ച് കാണിക്കാൻ പറ്റായിരുന്നു. ഈ നാടകോലകം പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോൾ ആ സമയം നോക്കി ജനം കാത്തിരുന്നു എന്ന വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഈ വാക്കുകളുടെ അർത്ഥം എടുത്ത് നിങ്ങൾ അമ്മാനമാടരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴക്കണമൊന്നും ഞാനില്ല, ഞാനൊരു പാവമല്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പുകൾ ഒക്കെ ഏറ്റവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ നാടകമൂലകം പ്രോഗ്രാം ഉപകരിച്ചു എന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മോഹൻലാൽ വരും, വരില്ലേ? വരും. ആരെപ്പറ്റി പറഞ്ഞു ആ ആളിന് പോലും കേൾക്കുമ്പോൾ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് എന്നെ വിമർശിച്ച് കണ്ടിട്ടുണ്ട്. അത് സത്യത്തിൽ ചിരിച്ചോണ്ട് പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം നമ്മളെ കുറ്റപ്പെടുത്തിയായിരിക്കാം, നമ്മളെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്നുള്ളതല്ല, അത് അവതരിപ്പിക്കുന്ന ആ രീതിയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ചിരിക്കുമ്പോൾ സ്വാഭാവികമായി. അതാണ് അവതരണത്തിന്റെ പ്രത്യേകത. ഈ നാടകോലത്തിൽ കണ്ട ഏറ്റവും വലിയ പ്രാധാന്യം അത് തന്നെയാണ്. ഒന്ന് പറഞ്ഞാൽ അത് ചെയ്തേ മടങ്ങൂ, ചെയ്തേ മടങ്ങൂ. കുതിര കയറുക വേണം, പഠിപ്പിക്കാം നമ്മളെ. രണ്ടിലടഞ്ഞാ പണി തന്നെ അടങ്ങോ. ഞാൻ അങ്ങനൊന്നും പോവില്ല അനിയ, മനസ്സിലായോ? ഇതിന് അറ്റം വരെ കണ്ടിട്ട് ഞാൻ പോവും, ഞാൻ പറഞ്ഞിരിക്കുന്നു. ആരെപ്പറ്റി പറഞ്ഞു ആ ആളിന് പോലും കേൾക്കുമ്പോൾ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വനിതാ സംവരണമാകാം, അതും വിമർശനത്തിൽ വിതുമ്പാത്ത ഒരാൾ നാടകമേ ഉലകത്തെ വിലയിരുത്തട്ടെ. സാധാരണ വിമർശനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ അകത്തൊരു അസഹിഷ്ണുത തോന്നാറുണ്ട്. പക്ഷേ നാടകമേ ഉലകം എന്ന പരിപാടിയിലെ വിമർശനങ്ങൾ വളരെ പോസിറ്റീവാണ് എന്നുള്ളത് ഒരു എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പാടാനൊന്നും അറിയില്ല, 25 വർഷമായി ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല.
എങ്ങനെയുണ്ടെണ്ണ പാട്ട്? കൊള്ളാമോ? ഒരു പോസിറ്റീവ് എനർജി അതിൽ നിന്ന് കിട്ടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? കൊന്നമരം പൂത്തുലഞ്ഞതാണോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം. കണ്ടിരുന്നു കേട്ടോ, നാടകമേ ഉലകത്തിൽ കണ്ടിരുന്നു കേട്ടോ എന്ന് പറയും. അത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരുടെയും നാവലും ചിന്തയിലും ഈ പരിപാടി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം തന്നെ. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ കുട്ടി ബാല്യങ്ങൾ. UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. മുൻപ് അങ്ങ് കേന്ദ്രത്തിലായിരുന്നു പിടി, ഇപ്പോൾ പിടിയില്ല, പണിയൊന്നുമില്ല. ആ ഇടവേളയിൽ നാടകമേ ഉലകത്തെക്കുറിച്ച് അദ്ദേഹം ചില വാക്കുകൾ പറയട്ടെ. ഞാൻ പതിവായിട്ട് നാടകമേ ഉലകം കാണാറില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ തന്നെ ഞാൻ കാണാറുണ്ട്. പലതും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു ആക്ഷേപ ഹാസ്യ പരിപാടിയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. നമ്മുടെ എല്ലാ ചാനലുകളിലും ഈ പരിപാടി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി വിമർശനമാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ തുറന്നു കാട്ടി അവനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വിമർശനമല്ലാത്ത രൂപത്തിലുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. This is a car. We are doing a car. K&K Automobiles. Continental Exporters Ford. Proprietor and mechanic ready. ആക്ഷേപഹാസ്യത്തെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആക്ഷേപഹാസ്യം ഉന്നയിക്കുന്ന ആളോട് നമുക്ക് എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമോ തോന്നേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ എന്തെങ്കിലും നടപടിയെ അത് വിമർശിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ഉള്ളൊരു സന്ദർഭമായിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത്. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. K&K കാറിന്റെ എല്ലാ പണിയും ചെയ്യും. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. ആക്ഷേപഹാസ്യം നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുഞ്ഞൻ നമ്പ്യാരുടെ കാലത്ത് ആക്ഷേപഹാസ്യം ഉണ്ടായിട്ടുണ്ട്. സഞ്ജയൻ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു നിറകടമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പൈതൃകം നമുക്കുണ്ട് എന്ന കാര്യം ഓർക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാക്യാന്മാരല്ലേ കൂത്തു പറയുന്നത്. ചാക്യാന്മാർ കൂത്തു പറയുന്നത് രസകരമായിട്ടാണ്. അപ്പോൾ സാമൂഹ്യ വിമർശനം നടത്തുന്ന ചാക്യാർ, അതിൽ പഴയ രാജസദസ്സുകളെടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ വിദൂഷകന്മാരുണ്ട്. വിദൂഷകന്മാരൊക്കെ തന്നെ അങ്ങനെ രാജവാഴ്ചയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ വിമർശന രൂപത്തിൽ അല്പ ആക്ഷേപത്തോടുകൂടി, എന്നാൽ ആരെയും നോവിക്കാത്ത രൂപത്തിലുള്ള ചില പരിഹാസങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ തന്നെ സാമൂഹ്യ നന്മയെ ലാക്കാക്കിക്കൊണ്ടുള്ളതാണ് എന്നതുകൊണ്ട് അതിനെ നമ്മൾ മറ്റു രൂപത്തിൽ കാണേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരത്തിന് വേണ്ടി വാ തുറക്കില്ലെങ്കിലും നാടകമേ ഉലകത്തിന് വേണ്ടി 100 നാവാണ് നമ്മുടെ മേയർ ചന്ദ്രികയ്ക്ക്. വാസ്തവത്തിൽ വളരെ രസകരമായ ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇത് വാസ്തവത്തിൽ മെനക്കെട്ടിരുന്ന് കാണുമായിരുന്നു. കാരണം ഒരുപക്ഷെ സീരിയലുകളൊക്കെ കാണുന്നതിനെക്കാട്ടി താല്പര്യത്തോടെ കാണുമായിരുന്നു. കാരണം അതിനകത്ത് ഒരുപാട് ചിരിക്കാൻ വകയുണ്ട്, ചിന്തിക്കാൻ വകയുണ്ട്. പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ. വിമർശനാത്മകവുമാണ്, പ്രോത്സാഹനജനകവുമാണ്. നല്ല കാര്യങ്ങൾ പൊളിറ്റീഷ്യൻസ് ചെയ്യുമ്പോൾ അതിനെ ഒരു സറ്റയറിൽ കൂടി അവതരിപ്പിക്കുകയും അതിനെ നല്ലതാക്കി കാണിക്കുകയും ചെയ്യുമ്പം അതവർക്കൊരു പ്രോത്സാഹനമാവും. തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിഗേഷനും കൂടിയായി മാറുന്നു. ഈ മണ്ണും പൊടിയും വിയർപ്പും ചർമ്മത്തിൽ ഒരു കുഴപ്പം വരില്ല. ചന്ദ്രിക, പുതിയ ചന്ദ്രിക, പുതിയ ചന്ദ്രിക.
ചിരിക്കുകയും ചിന്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണല്ലോ ഒരു പ്രോഗ്രാം സക്സസ് ആകുന്ന അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ ഞാൻ വിലയിരുത്തും. ഇത് വീണ്ടും വീണ്ടും ഇത് കാണണം. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊളിറ്റിക്കൽ സറ്റയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. മറ്റേത് പ്രോഗ്രാമിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് പൊളിറ്റിക്കൽ സറ്റയർ. നല്ല ഉഗ്രൻ പ്രോഗ്രാമാണ് നാടകമേ ഉലകം. നാടകമേ ഉലകം, നാടകമേ ഉലകം. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് തെളിവാണല്ലോ ഈ എപ്പിസോഡുകൾ തുടർന്ന് പോകുന്നത്. അപ്പോൾ തീർച്ചയായും അത് നല്ല പരിപാടിയാണ്. എല്ലാവർക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ്. ആർട്ടിസ്റ്റും കൂടിയാണ് ഞാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സർക്കാസ്റ്റിക്കായിട്ട് കളിയാക്കുന്നതിൽ തെറ്റില്ല. കാർട്ടൂൺ കാണുന്ന പ്രതീതിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പല ഡിഫക്റ്റുകളും ചൂണ്ടിക്കാണിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റുകളും ബോധ്യപ്പെടുത്താൻ ഇത്തരം തമാശയിലൂടെ പറയുക. അതൊരാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടി ആവരുത്. പക്ഷേ മുൻപ് ചില ചാനലുകളിലൊക്കെ വൺ സൈഡഡ് ആയിട്ടുള്ള ചില പ്രോഗ്രാമുകൾ വന്നിരുന്നു. പിന്നീട് ഭരണം മാറുമ്പോൾ ആ പ്രോഗ്രാം തകർന്നു പോവുകയാണ്. പക്ഷേ ഈ നാടകമേ ഉലകം എന്ന പ്രോഗ്രാം ഏത് ഭരണം വന്നാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവരെ നല്ല രീതിയിലൊരു ഹാസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്നൊരു സമീപനമാണ്. അത് വളരെ നല്ല പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. കാരണം അതിലൊരു രാഷ്ട്രീയം നോക്കുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് സർക്കാസ്റ്റിക്കായിട്ട് കളിയാക്കുമ്പോൾ കേൾക്കാൻ രസമുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് ക്ഷമിക്കണം. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം. അത് രാഷ്ട്രീയത്തിലായതുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലെങ്കിൽ ഇതുപോലും കാണിക്കുമോ? ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒന്നും കാണിക്കില്ലല്ലോ. പൊതുരംഗത്ത് നിൽക്കുമ്പോൾ കലാകാരനാണെങ്കിലും പൊതുപ്രവർത്തനാണെങ്കിലും ഇത്തരം കളിയാക്കലുകളും ഒക്കെ ഉണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. അതൊക്കെ അതിനൊരു അസഹിഷ്ണുത കാണിക്കുന്നത് മോശമാണ്. മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം. ജനപ്രിയ പരിപാടിയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ തുടർന്നും എല്ലാ പ്രേക്ഷകരിലും അതിനെ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാ ആശീർവാദവും. കോൺഗ്രസിൽ ഒതുക്കൽ മേളകളും CPM-ൽ വെട്ടിനിരത്തൽ സമ്മേളനങ്ങളും തുടരുകയാണ്. നാട് ഓടുമ്പോൾ നടുവേ ഓടാൻ അടുത്തയാഴ്ച വീണ്ടും വരാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.